കർത്താവിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏറ്റവും സന്തോഷത്തോടെ പ്രാർത്ഥനാപൂർവ്വം നമുക്ക് ദൈവവചനം കേൾക്കുവാനായിട്ട് നമുക്ക് ദൈവസന്നിധിയിലേക്ക് വരാം. നാളിതുവരെ നമ്മുടെ ജീവിതത്തിൽ ദൈവം ചൊരിഞ്ഞിട്ടുള്ള സകല നന്മകൾക്കും അനുഗ്രഹങ്ങൾക്ക് ഹൃദയം തുറന്ന് നമുക്ക് നന്ദി പറയാം. യേശു നമ്മുടെ ജീവിതത്തിൽ ചൊരിഞ്ഞിട്ടുള്ള നന്മകളെല്ലാം നന്ദി പറയുക. പ്രാർത്ഥനാപൂർവ്വം ഈ കൃപാഭിഷേക ശുശ്രൂഷ പങ്കെടുക്കാം. നമുക്കൊരു ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ വലിയ അടയാളങ്ങൾ, വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. നമ്മുടെ ദൈവത്തിന് അസാധ്യമായിട്ട് യാതൊന്നുമില്ല, അത് വിശ്വസിക്കണം. ലുക്ക 1:37 പരിശുദ്ധ അമ്മയോട് ഗബ്രിയേൽ ദൂതൻ പറയുന്ന വചനം ഇതാ: ദൈവത്തിന് അസാധ്യമായിട്ട് യാതൊന്നുമില്ല. അപ്പോൾ ദൈവത്തിന് അസാധ്യമായിട്ട് യാതൊന്നുമില്ല. ആ ഒരു വിശ്വാസത്തോട് നമ്മൾ ദൈവവചനം കേൾക്കുക. രണ്ടാമത് ദൈവവചനം അത് ഈശോ തന്നെയാണ്. യോഹന്നാൻ 1:14-15 വചനം മാംസം ധരിച്ച് നമ്മുടെ ഇടയിൽ വസിച്ചു. അപ്പോൾ അത് ഈശോ തന്നെയാണ് എന്നുള്ള വലിയൊരു ബോധ്യം ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ടാണ് സഭയുടെ ആദിമസഭ മുഴുവൻ പറയുന്നൊരു വചനമുണ്ട്: ദൈവത്തിൻ്റെ വചനം എവിടെയെല്ലാം പ്രസംഗിക്കപ്പെടുന്നു, കർത്താവായ ഈശോ മിശിഹായുടെ തിരുവചനം എവിടെയെല്ലാം പ്രസംഗിക്കപ്പെടുന്നു, അവിടെയെല്ലാം ഉത്ഥിതനായ ഈശോയുടെ ജീവിക്കുന്ന സാന്നിധ്യം കടന്നു വരും. അതാണ് ദൈവവചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ പൈശാചിക ശക്തികൾ ആളുകളെ വിട്ടുപോകുന്നു, രോഗികൾ സുഖം പ്രാപിക്കുന്നു, അത്ഭുതങ്ങൾ ഉണ്ടാകുന്നു, അടയാളങ്ങൾ ഉണ്ടാകുന്നു, രോഗശാന്തികൾ ഉണ്ടാകുന്നതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ദൈവവചനത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നിറഞ്ഞിരിപ്പുണ്ട്. യോഹന്നാൻ 6:63 വചനം പറയുന്ന പോലെ ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനങ്ങൾ ആത്മാവും ജീവനുമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ വചനം, അപ്പോൾ ആ വചനത്തിനകത്ത് പരിശുദ്ധാത്മാവുണ്ട്, ജീവനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മളിൽ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, രോഗശാന്തികൾ, വിടുതലൊക്കെ സംഭവിക്കും. അതുകൊണ്ട് ഈ വചനം കിട്ടുക എന്നുള്ള വലിയൊരു ഭാഗ്യമാണ്. ജെറമിയായുടെ പുസ്തകം 15-19 വചനത്തിൽ ജെറമിയ പ്രവാചകനോട് ദൈവം പറഞ്ഞു: വിലകെട്ടവ പറയാതെ സദ്വചനങ്ങൾ മാത്രം സംസാരിച്ചാൽ നീ എൻ്റെ നാവ് പോലെ. ഇപ്പോൾ ദൈവത്തിൻ്റെ നാമത്തിന് പ്രത്യേക ദൈവത്തിൻ്റെ വാക്കുകൾ അതെല്ലാം സംഭവിക്കുന്നു, അതേപടി നിറയ്ക്കും. അങ്ങൊരു വാക്കുകൾ വിളിച്ചത് നമുക്കറിയാം. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 8 മുതലുള്ള വചനം വായിക്കും. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, സദാദേവം പറഞ്ഞു, അങ്ങൊരു വാക്കുകൾ ചെയ്താൽ മതി, എൻ്റെ ഭൃത്യൻ സുഖം പ്രാപിക്കും. അപ്പോൾ ആ വചനത്തിൻ്റെ ജീവൻ നമുക്കനുഭവം. അതുകൊണ്ട് വിലകെട്ടോ പറയാം, നമ്മുടെ നാവുകൾ പാപത്തിന് വിട്ടുകൊടുക്കുക. യാക്കോബ് 3:2 നമ്മുടെ നാവിനെ അനുദിനം നമ്മൾ നിയന്ത്രിച്ചുകൊണ്ട് നമ്മൾ ദൈവവചനം ഭക്ഷിക്കുന്ന പക്ഷം, അതായത് യോഹന്നാൻ 4:34 പറയുന്നത് നിങ്ങളറിയാത്തൊരു ഭക്ഷണം ദൈവവചനം. അപ്പോൾ ആ വചനം ഭക്ഷിച്ചും ആ വചനം നമ്മുടെ നാവിലൂടെ പ്രവർത്തിക്കും. അവിടെ അത്ഭുതമുണ്ടാകും, അടയാളമുണ്ടാകും, രോഗശാന്തികൾ സംഭവിക്കും. അപ്പോൾ ദൈവവചനത്തിൻ്റെ ശക്തി അറിയണം. ഞാൻ ഏറ്റവും പവർ അതാണ്. മർക്കോസ് 12:24 പറയും: വിശുദ്ധ ലിഖിതങ്ങളോ ദൈവവചനത്തിൻ്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ലോ നിങ്ങൾക്ക് തെറ്റുപറ്റുന്നു. ജെറമിയ 23:28-29 കർത്താവ് അരുളിച്ചെയ്യുന്നു: സ്വപ്നം കാണുന്ന പ്രവാചകൻ തൻ്റെ സ്വപ്നം പറയട്ടെ, എൻ്റെ വചനം ലഭിച്ചിട്ടുള്ളവൻ അത് വിശ്വസ്തയോടെ പ്രഖ്യാപിക്കട്ടെ. പതിരിനും ഗോതമ്പ് മണിക്കും തമ്മിൽ എന്ത് പൊരുത്തം? എൻ്റെ വചനം അഗ്നി പോലെയും പാറയെ തകർക്കുന്ന കൂടം പോലെയല്ലേ. ദൈവത്തിൻ്റെ വചനം അഗ്നിയാണ്, അതായത് പരിശുദ്ധാത്മാവിലുണ്ട്. പാറയെ തകർക്കുന്ന കൂടമാണെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം അത് എല്ലാ പ്രതിസന്ധികളെ, എല്ലാ തടസ്സങ്ങളെ അത് മാറ്റിക്കളഞ്ഞ് നമ്മളെ കൃപയിലേക്ക്, പരിശുദ്ധാത്മാവിലേക്ക് കൂട്ടിക്കൊണ്ടുവരിക തന്നെ ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം നമ്മൾ ഹൃദയം തുറന്ന് നമ്മൾ ഭക്ഷിക്കുവാൻ, സ്വീകരിക്കുവാൻ നമ്മൾ അനുദിനം നമ്മൾ തയ്യാറാകണം. ജെറമിയ 31:10-11 വചനം: ജനതകളെ കർത്താവിൻ്റെ വചനം കേൾക്കുകയും വിദൂര ദ്വീപുകളിൽ അത് പ്രഘോഷിക്കുകയും ഇസ്രായേലിനെ ചെറിച്ചവൻ അവരെ ഒരുമിച്ച് കൂട്ടുകയും ഇടയൻ ആട്ടിൻകൂട്ടത്തെ എന്നപോലെ പരിപാലിക്കുകയും ചെയ്യും എന്ന് പറയുകയും. ഇപ്പോൾ ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോഴാണ് അത്ഭുതങ്ങളും കൃപകളും ഒക്കെ നമുക്ക് സംഭവിക്കുന്നത്. ഇപ്പോൾ ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ എപ്പോഴും നമ്മുടെ ഹൃദയം നമ്മൾ തുറന്നു വെക്കണം. അതാണ് വെളിപാടിൻ്റെ 3:20 വചനം പറയും: അതായത് വാതിലിൽ മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കും, അവനോട് കൂടെ ഇരുന്ന് ഞാൻ ഭക്ഷിക്കുകയും ചെയ്യും. അപ്പോൾ ദൈവത്തിൻ്റെ വചനം, നമ്മുടെ ദൈവത്തിൻ്റെ വചനം എത്രമാത്രം വായിക്കാൻ പറ്റുമോ, ഭക്ഷിക്കാൻ പറ്റുമോ, അത് അനുദിനം നമ്മളത് ചെയ്യണം. കാരണം ഈശോ ശരിക്കും ഈ മരുഭൂമിയിൽ ഈശോ 40 രാവും 40 പകലും ഈശോ തപസ് എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ എന്താ ഈശോ പറഞ്ഞു? നിങ്ങളറിയാത്തൊരു ഭക്ഷണം. അതായത് 4:4 പറയുന്ന പോലെ, അതായത് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ അധരത്തിൽ നിന്ന് വീഴുന്ന വചനം കൊണ്ടാണ് ജീവിക്കുന്നത്. ദൈവം വചനം തന്നെ ഒരു ഭക്ഷണമാണെന്ന് ഈശോ പറയുക. അപ്പോൾ അതാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ഈശോ 40 രാവും 40 പകലും മരുഭൂമിയിലിരിക്കുന്ന സമയത്ത് ഈശോ ആ വചനം ഭക്ഷിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ഈശോ ആ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ജീവൻ വെളിപ്പെടുന്നതിൻ്റെ കാരണം. ഈശോ ദൈവവചനമായി നിൽക്കുന്നതിൻ്റെ കാരണം അതാണ്.
അപ്പം അതിൻ്റെ ഭയങ്കര പവറുണ്ട്. അപ്പം അതാണ് ദുഷ്ടാരൂപികളൊക്കെ വിട്ടുപോകണമെങ്കിൽ ഈ വചനം നമ്മുടെ ഹൃദയത്തിൽ നമുക്കുണ്ടായിരിക്കണം. അപ്പോൾ ഈ വചനമില്ലാതെ വരുമ്പോഴാണ് നമുക്ക് ഈ അപകടങ്ങൾ, അനർത്ഥങ്ങളെല്ലാം വരുന്നത്. സങ്കീർത്തനം 119:11, അങ്ങയ്ക്കെതിരെ പാപം ചെയ്യാതിരിക്കാൻ അങ്ങയുടെ വചനം എൻ്റെ ഹൃദയത്തിൽ ഞാൻ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു. ലൂക്കാ സുവിശേഷത്തിൽ 8-ാം അധ്യായത്തിൻ്റെ 11 വിത്ത് ദൈവവചനമാണ്. അതായത് ദൈവത്തിൻ്റെ വചനം അത് വിത്താണ്, അതിന് ജീവനുണ്ട്. വിത്തിൻ്റെ പഠിത്തം നമുക്ക് അതിനകത്ത് ജീവനുണ്ട്, ജീവൻ്റെ അംശമുണ്ട്, ദൈവ സാന്നിധ്യമുണ്ട്. അപ്പോൾ ആ ഒരു ദൈവ സാന്നിധ്യമുണ്ടത്. അപ്പോൾ ആ വചനം നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ സൂക്ഷിക്കും. അതുകൊണ്ട് പരിശുദ്ധ അമ്മ ലൂക്കാ 2:19 പറയുന്ന പോലെ മറിയമാകട്ടെ ഇതെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഢമായി ചിന്തിച്ചുകൊണ്ട് ദൈവവചനം ഹൃദയത്തിൽ അമ്മ സംഗ്രഹിക്കുന്നു. പലപ്പോഴും നമുക്ക് ഹൃദയത്തിൽ ദൈവവചനം സംഗ്രഹിക്കാൻ പറ്റാത്തതിന് ഹൃദയത്തിൽ ഒരുപാട് തിന്മകളും അശുദ്ധിയും മ്ലേച്ഛതകളും ഇരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ദൈവത്തിൻ്റെ വചനം ഹൃദയത്തിൽ സംഗ്രഹിക്കാൻ പറ്റാത്തത്. ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൻ്റെ 17-8-11 വരെ വചനം, ഹൃദയം മറ്റെന്തിനേക്കാൾ കാപട്യമുള്ളതാണ്, ശോചനീയമാം വിധം ദുഷിച്ചതുമാണ്, അതിനെ ആർക്കാണ് മനസ്സിലാക്കാൻ കഴിയുക? കർത്താവായ ഞാൻ മനസ്സിനെ പരിശോധിക്കുകയും ഹൃദയത്തെ പരീക്ഷിക്കുകയും ചെയ്യുന്നു. ഓരോ മനുഷ്യനും അവൻ്റെ ജീവിത രീതിക്കും പ്രവൃത്തികൾക്കും അനുസരിച്ച് ഞാൻ പ്രതിഫലം നൽകും. അപ്പോൾ ദൈവത്തിൻ്റെ വചനം ഹൃദയത്തിൽ നിറയ്ക്കണമെങ്കിൽ ആ ഹൃദയത്തിൻ്റെ മാലിന്യങ്ങളൊക്കെ എടുത്ത് ദൂരക്കണം. ജെറമ്യാ 4:14 പറയുന്ന പോലെ, ജെറുസലേമേ നിൻ്റെ ഹൃദയത്തിൽ നിന്ന് ദുഷ്ടത നീക്കിക്കളയുക, എന്നാൽ നീ രക്ഷ പ്രാപിക്കുക. എത്ര നാളാണ് നീ ദുഷിച്ച ചിന്തകളും പേര് നടക്കുക? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ വചനത്തിന് നമ്മൾ 1-ാം സ്ഥാനം കൊടുക്കുവാനായിട്ട് തയ്യാറാകണം. ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകം 2-ന്റെ പുസ്തകം 2:11-12 വചനമുണ്ട്. എൻ്റെ ജനം വ്യർത്ഥതയ്ക്ക് വേണ്ടി തങ്ങളുടെ മഹത്വം കൈവിടിഞ്ഞിരിക്കുന്നു. ആകാശങ്ങളെ ഭയന്ന് വിറയ്ക്കുകയും നടുങ്ങുകയും സംഭ്രമിക്കുകയും ഞെട്ടി വിറയ്ക്കും. വീണ്ടും ജെറമ്യാ 2:13 പറയും, കർത്താവ് അരുളി ചെയ്യുന്നു, എന്തെന്നാൽ എൻ്റെ ജനം 2 തിന്മകൾ പ്രവർത്തിച്ചു. ജീവജലത്തിൻ്റെ ഉറവയായ എന്നെ അവർ ഉപേക്ഷിച്ചു, ജലം സൂക്ഷിക്കാൻ കഴിവില്ലാത്ത പൊട്ടക്കിണറുകൾ കുഴിക്കുകയും ചെയ്തു. അപ്പം അതായത് ലോകത്തിൻ്റെ വചനങ്ങൾ, പ്രബോധനങ്ങൾ പൊട്ടക്കിണറാണ്. പക്ഷെ നേരെ മറിച്ച് ദൈവത്തിൻ്റെ വചനം അത് ജീവൻ നൽകുന്ന സംഭവമാണ്. അതാണ് യോഹന്നാൻ്റെ സുവിശേഷം 4:10 സമരയക്കാരോട് ഈശോ പറയും, ദൈവത്തിൻ്റെ ദാനം എന്തെന്നും നിന്നോട് കുടിക്കാൻ ചോദിക്കുന്നത് ആരും നീ അറിഞ്ഞിരുന്നെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ നിനക്ക് ജീവജലം തരികയും ചെയ്യുമായിരുന്നു. വീണ്ടും തിരുവചനത്തിൽ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 14-15 ഈശോ പറഞ്ഞു, ഞാൻ നൽകുന്ന വെള്ളം കുടിക്കുന്നവന് പിന്നീട് ഒരിക്കലും ദാഹിക്കുകയില്ല, ഞാൻ നൽകുന്ന ജലം അവനിൽ നിത്യജീവനിലേക്ക് നിർഗളിക്കുന്ന അരുവിയായിത്തീരും. അപ്പോൾ ഈശോയുടെ വചനം, അപ്പോൾ അതിനകത്ത് ജീവനുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്. അത് നമ്മൾ നിറഞ്ഞു കഴിയുമ്പോൾ നമ്മളിൽ അത് 100 മേനി ഫലം പുറപ്പെടുവിക്കുന്ന സംഭവങ്ങളുണ്ടാവും. വലിയ അടയാളങ്ങൾ, അത്ഭുതങ്ങൾ, രോഗശാന്തികളൊക്കെ സംഭവിക്കും. ഇപ്പോൾ ദൈവത്തിൻ്റെ വചനം, അതിൻ്റെ ജീവനും അതിൻ്റെ ശക്തിയും അതിൻ്റെ ആത്മാവിൻ്റെ പവറും നമ്മളെപ്പോഴും അറിഞ്ഞിരിക്കണം. അപ്പോൾ ആ ദൈവവചനം നമ്മൾ കൂടെ വായിക്കുക. അപ്പോൾ തന്നെ ദുഷ്ടശക്തികൾ, പൈശാചിക രൂപികൾ നമ്മുടെ കുടുംബത്തിൽ നിന്നൊക്കെ ദൂരെ പൊയ്ക്കോളും. തിരുവചനം പറയുന്നു, മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വചനം, സായാഹ്നമായപ്പോൾ അനേകം പിശാച് ബാധിതരെ അവർ അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു. അവൻ അശുദ്ധാത്മാക്കളെ വചനം കൊണ്ട് പുറത്താക്കുകയും എല്ലാ രോഗികളെയും സുഖപ്പെടുത്തുകയും ചെയ്തു. ഉണ്ട് അവിടെ ദൈവം വചനം കൊണ്ട്. അപ്പോൾ ആ വചനത്തിൽ ജീവനും ആത്മാവുമുണ്ട്. അപ്പോൾ അത് ഇരുതല വാളാണ് നമ്മൾ എബ്രായർ 4:12. അതുപോലെ തന്നെ എഫെസസ് 6:17 പറയും, ദൈവം വചനമാകുന്ന ആത്മാവിൻ്റെ വാളെടുക്കണം. ആ വചനമാകുന്ന വാൾ, ആ വചനം ചെല്ലുമ്പോൾ ദുഷ്ടശക്തികളും പൈശാചിക ശക്തികളും പൂർണ്ണമായും വിട്ടുപോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ വീണ്ടും തിരുവചനം നമുക്കറിയാം, ഈശോ പറയുന്ന വചനങ്ങൾ ഒരുപാട് വചനങ്ങളുണ്ട്. അപ്പോൾ ഈശോയുടെ തിരുവചനങ്ങൾ ഓരോന്നും തന്നെ ആ വചനത്തിൻ്റെ ശക്തിയാണ്. ഈശോ ദൈവവചനം തന്നെയാണ്. ലൂക്കാ സുവിശേഷം 8:10-11-12 വചനമുണ്ട്. ചില വചനം ശ്രവിച്ചെങ്കിലും അവർ വിശ്വസിക്കുകയോ രക്ഷപ്പെടുകയോ ചെയ്യാതിരിക്കുവാൻ വേണ്ടി പിശാച് നമ്മുടെ ഹൃദയങ്ങൾ വചനം എടുത്ത് കളയുന്നു. പിശാച് എപ്പോഴും ചെയ്യുന്ന മനുഷ്യ ഹൃദയങ്ങൾ വചനം എടുത്ത്. അപ്പോൾ ദൈവവചനം പറയാൻ അവൻ്റെ ബുദ്ധി, അവൻ്റെ അറിവിലും കൊണ്ടൊരു പഠനങ്ങൾ, പക്ഷെ അവിടെ ജീവനില്ല. കേൾക്കുമ്പോൾ ഇമ്പകരമായിരിക്കും, നമുക്ക് ആസ്വാദികരമായിട്ട് തോന്നും, പക്ഷേ അതിനകത്ത് ആ ഒരു ആത്മാവിൻ്റെ ശക്തി, ജീവൻ്റെ വെളിപ്പെടുത്തൽ കുറവായിരിക്കും. അതുകൊണ്ട് നമ്മൾ ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കും. അതുകൊണ്ട് ഈശോ പറയുന്നത്, നിങ്ങൾ സുവിശേഷം പ്രസംഗിക്കാൻ പോകുമ്പോൾ നിങ്ങൾ വചനം കേൾക്കുന്നവരുടെ അടുത്ത് ചെല്ലുമ്പോൾ നിങ്ങൾ സമാധാനം ആശംസിക്കണം. ഏതൊരു ഭവനത്തേക്ക് നിങ്ങൾ സമാധാനം ആശംസിക്കും, അപ്പോൾ അവർക്ക് ആ ഭവനത്തിന് സമാധാനം കിട്ടും. അതേസമയം തന്നെ അപ്പോൾ ആരും സ്വീകരിക്കുന്നില്ലെങ്കിൽ അവിടുന്ന് പോകുമ്പോൾ നിങ്ങൾ ചെരുപ്പെടുത്തിട്ട് പൊടി തട്ടിക്കളഞ്ഞിട്ട് പോരാൻ പറയുക. എന്നിട്ട് പറയുന്നുണ്ട് മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വചനം, ആരെങ്കിലും നിങ്ങളെ സ്വീകരിക്കാതെ നിങ്ങളുടെ വചനം ശ്രവിക്കാതെ ഇരുന്നാൽ ആ ഭവനം അഥവാ പട്ടണം വിട്ടുപോകുമ്പോൾ നിങ്ങളുടെ പാദങ്ങളെ പൊടി തട്ടിക്കളയും. വിധി ദിവസത്തിൽ ആ പട്ടണത്തേക്കാൾ സൊദോം ഗൊമോറ നഗരങ്ങൾക്ക് കൂടുതൽ ആശ്വാസമുണ്ടാകുമെന്ന്.
സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പോൾ കൂടുതൽ ആശ്വാസമുണ്ടോ? അപ്പോൾ അവിടെ സ്വതം ഗൊമോറയ്ക്ക് അതിനേക്കാൾ, അതായത് ദൈവവചനം തള്ളി പറയുന്നവർക്ക് ഒരു ആശ്വാസം കിട്ടില്ല. ഒരുപാട് പ്രശ്നങ്ങളും വിഷമങ്ങളും ഒക്കെ അനുഭവിക്കേണ്ടി വരും എന്നാണ് പറയുന്നത്. അപ്പോൾ വീണ്ടും മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 19-20 പറയുന്നുണ്ട്, അവർ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ എന്ത് പറയണമെന്നോ എങ്ങനെ പറയണമെന്നോ നിങ്ങൾ ആകുലപ്പെടേണ്ട. നിങ്ങൾ പറയേണ്ടത് ആ സമയത്ത് നിങ്ങൾക്ക് നൽകപ്പെടും. എന്തെന്നാൽ നിങ്ങളല്ല, നിങ്ങളോട് നിങ്ങളുടെ പിതാവിൻ്റെ ആത്മാവാണ് സംസാരിക്കുന്നത്. ശരിക്കും അപ്പോസ്തലന്മാരുടെ അധരങ്ങളിലൂടെ വന്ന ഓരോ വചനത്തിലും പ്രവർത്തിച്ച പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിൻ്റെ വാക്കുകൾ, വചനങ്ങൾ. അപ്പോൾ അതാണ് ദൈവവചനത്തിൽ പരിശുദ്ധാത്മാവുണ്ട്. ആ പരിശുദ്ധാത്മാവിൻ്റെ അതിശക്തമായ പ്രവർത്തനങ്ങൾ ഞാൻ പലപ്പോഴും കാണാറുണ്ട്. രോഗികൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ സൗഖ്യം ഉണ്ടാകുന്ന കാരണം ദൈവവചനത്തിൻ്റെ ശക്തിയാണ് അവിടെ പ്രവർത്തിക്കുന്നത്. ദൈവവചനം, ജീവനുള്ള വചനം അവിടെ പ്രവർത്തിക്കുക. അപ്പോൾ പൈശാചിക പീഡകൾ, രോഗങ്ങളൊക്കെ വിട്ടുപോകും. നമ്മൾ ദൈവവചനം ഉണ്ടെങ്കിൽ പൈശാചിക അരൂപികൾ അല്ലെങ്കിൽ രോഗങ്ങളൊക്കെ നമ്മുടെ അടുത്ത് വരുന്നതൊക്കെ വിട്ടുപോയിക്കും. അന്ധകാരം മാറും, ഒരു വലിയൊരു പ്രകാശം നമുക്കുണ്ടാകും. അപ്പോൾ ദൈവവചനത്തിൻ്റെ ശക്തി. അതുകൊണ്ട് ദൈവവചനം അനുദിനം ധ്യാനിക്കുവാനും അത് ഹൃദയത്തിൽ സൂക്ഷിക്കുവാനും നമ്മൾ തയ്യാറാകണം. വീണ്ടും എസെക്കിയേലിൻ്റെ പുസ്തകത്തിൽ 3-ാമത്തെ അധ്യായത്തിൻ്റെ 1 മുതൽ 10 വരെയുള്ള വചനം വായിക്കുമ്പോൾ അവൻ എന്നോട് പറഞ്ഞു, മനുഷ്യപുത്ര, നീ കാണുന്ന ഈ ചുരുൾ ഭക്ഷിക്കുക, എന്നിട്ട് പോയി ഇസ്രായേൽ ഭവനത്തോട് സംസാരിക്കുക. ഞാൻ വാ തുറന്നു, അവൻ ആ ചുരുൾ എനിക്ക് ഭക്ഷിക്കാൻ തന്നു. അവൻ പറഞ്ഞു, മനുഷ്യപുത്ര, ഞാൻ തരുന്ന ഈ ചുരുൾ ഭക്ഷിച്ച് വയറ് നിറയ്ക്കുക. ഞാനത് ഭക്ഷിച്ചു, എൻ്റെ വായിലത് തേൻ പോലെ മധുരിച്ചു. അവൻ വീണ്ടും പറഞ്ഞു, മനുഷ്യപുത്ര, നീ ഇസ്രായേൽ ഭവനത്തിൽ ചെന്ന് എൻ്റെ വാക്കുകൾ അവരെ അറിയിക്കുക. അപ്പോൾ അവിടെ സുവിശേഷം പ്രസംഗിക്കുന്ന ഒരു വ്യക്തിയോട് പറയുന്നത്, ആദ്യം നീ ദൈവത്തിൻ്റെ വചനം നീ വാ തുറന്ന് ഭക്ഷിക്കുക, ചുരുള് ഭക്ഷിക്കുക, ദൈവവചനം ഭക്ഷിക്കുക, എന്നിട്ട് പോയി നീ ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുക. അപ്പോൾ പലപ്പോഴും നമ്മൾ ദൈവവചനം ഭക്ഷിക്കാതെ നമ്മൾ ദൈവവചനം പ്രസംഗിച്ച് കഴിഞ്ഞാൽ അവിടെ യാതൊന്നും സംഭവിക്കില്ല. നമ്മുടെ അറിവും ബുദ്ധി കൊണ്ടല്ല മാനസാന്തരം ഉണ്ടാകും. നേരെ മറിച്ച് ആ ദൈവവചനത്തിലുള്ള ജീവൻ, ആത്മാവാണ് അവിടെ ഡെലിവറൻസ്, ഹീലിംഗ് എല്ലാം സംഭവിക്കുന്നു, കൊടുക്കുന്നു. വീണ്ടും തിരുവചനം പറയുന്നുണ്ട്. എസെക്കിയേലിൻ്റെ പുസ്തകത്തിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 10 പറയും, അവൻ തുറന്ന്, മനുഷ്യപുത്ര, ഞാൻ നിന്നോട് പറയുന്ന വാക്കുകൾ ചെവി തുറന്ന് കേൾക്കുകയും ഹൃദയത്തിൽ സൂക്ഷിക്കുകയും. അപ്പം ദൈവവചനം വരുമ്പോൾ ചെവി ശ്രദ്ധിച്ച്, അപ്പം അശ്രദ്ധയോടെ ഒന്ന് കേൾക്കരുത്, വളരെ ശ്രദ്ധയോടെ കേട്ടിട്ട് അത് ഹൃദയത്തിൽ സൂക്ഷിക്കുകയും ചെയ്യും. തിരുവചനത്തിൽ മറ്റൊരു വചനം പറയുന്നത് തിമോത്തി ലേഖനത്തിൽ 2 തിമോത്തി 2-ാം അധ്യായത്തിൻ്റെ 2 തിമോത്തി 2-ന്റെ 1 മുതലുള്ള വചനം, എൻ്റെ മകനെ, യേശുക്രിസ്തുവിൻ്റെ കൃപാവരത്തിൽ നിന്ന് ശക്തി സ്വീകരിക്കുക. അനേകം സാക്ഷികളുടെ മുമ്പിൽ വെച്ച് നീ എന്നിൽ നിന്ന് കേട്ടവ മറ്റുള്ളവരെ കൂടി പഠിപ്പിക്കാൻ കഴിവുള്ള വിശ്വസ്തരായ ആളുകൾക്ക് പകർന്നു കൊടുക്കുക. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം കൊടുക്കേണ്ടത് വിശ്വസ്തരായ ആളുകൾക്ക്. മത്തായി 7:6 പറയും, നിങ്ങളുടെ മുത്തുകൾ പന്നികൾക്ക് ഇട്ടുകൊടുക്കരുത്, അത് ചവിട്ടി നശിപ്പിക്കുകയും തിരിഞ്ഞ് നിങ്ങളെ ആക്രമിക്കുകയും ചെയ്യും. വീണ്ടും തിരുവചനം 2 തിമോത്തി 2-ാം അധ്യായത്തിൻ്റെ 9 മുതൽ 13 വരെയുള്ള വചനത്തിൽ പൗലോസ് ശ്ലീഹ പറയുന്നുണ്ട്, ഞാൻ ദൈവവചനത്തിന് വേണ്ടിയാണ്, ദൈവവചനത്തോട് വേണ്ടിയാണ് ഞാൻ കഷ്ടപ്പാടുകളും ക്ലേശങ്ങളൊക്കെ സ്വീകരിക്കുന്നത്. അപ്പോൾ ആ സുവിശേഷത്തിന് വേണ്ടിയാണ് ഞാൻ കഷ്ടത സഹിച്ചുകൊണ്ടൊരു കുറ്റവാളിയെ പോലെ വിലങ്ങുകൾക്ക് പോലെ അധീനനാണ്. എന്നാൽ ദൈവവചനത്തിന് വിലങ്ങ് വയ്ക്കപ്പെട്ടു. ഒരിക്കലും ദൈവവചനത്തെ വിലങ്ങ് വെക്കാൻ പറ്റില്ല. അത് 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 കെട്ടുപൊട്ടിക്കും, ബന്ധനങ്ങളടിക്കും. അതാണ് അപ്പോസ്തല പ്രവർത്തനത്തിൻ്റെ 16-ാം അധ്യായത്തിൻ്റെ 25 മുതൽ 31 വരെ വചനത്തിൽ പൗലോസും സീലാസും തടവറയിൽ അടയ്ക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ രാത്രിയിൽ അവിടെ ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ വലിയൊരു ഭൂകമ്പം ഉണ്ടാകുന്നു. തടവറയുടെ അടിത്തറ കുലുങ്ങുന്നു, എല്ലാ വാതിലും തുറക്കപ്പെടുന്നു, എല്ലാവരുടെ ചങ്ങലകൾ അഴിഞ്ഞു വീഴുന്നതിൻ്റെ കാരണം ദൈവവചനത്തിന് വിലങ്ങ് വെക്കാൻ ആർക്കും പൂട്ടിയിടാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു ദൈവവചന ശുശ്രൂഷകൻ രക്തസാക്ഷിയായി മാറുന്നുണ്ടെങ്കിൽ അത് ദൈവവചനം കൊടുക്കുന്നൊരു സമ്മാനമാണ്, കൃപയാണ്, അനുഗ്രഹമാണത്. അപ്പോൾ അതാണ് നമ്മൾ അപ്പോസ്തലന്മാരുടെ ജീവിതത്തിലൊക്കെ കണ്ടുമുട്ടുന്ന സത്യതാണ്. അപ്പോൾ ദൈവവചനത്തിൻ്റെ ശക്തി, ജീവൻ്റെ വചനത്തിൻ്റെ ശക്തി നമ്മുടെ ഹൃദയത്തിൽ നമ്മളെപ്പോഴും സൂക്ഷിക്കണം. അപ്പോൾ അതുകൊണ്ട് ആ വചനത്തോടുള്ള ഒരു ആഴമേറിയ ബന്ധമുണ്ടാണ്. 2 തിമോത്തി 2-ാം അധ്യായത്തിൽ ഈ വചനം നമ്മൾ നിറയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 2 തിമോത്തി 2-ാം അധ്യായത്തിൻ്റെ 16-17 പറയും, ലൗകികമായ വർത്ത സംഭാഷണം ഒഴിവാക്കുക, അല്ലെങ്കിൽ അത് ജനങ്ങളെ ഭക്തിരാഗത്തിൽ നയിക്കും. പലപ്പോഴും ദൈവവചനം പ്രസംഗിക്കാൻ ദൈവവചനത്തോട് ബന്ധമാകും നമ്മൾ ലൗകികമായ വർത്ത സംഭാഷണം ഓടി മാറും. ലോകത്തിലെ സംസാരങ്ങൾ, സിനിമകൾ, മറ്റു കാര്യങ്ങൾ, പാപത്തിൻ്റെ വഴികൾ, ചർച്ചകൾ, ഇതൊന്നും പെടാതെ നമ്മുടെ ഹൃദയത്തെ, നാവിനെ, മനസ്സിനെ എല്ലാം നമ്മൾ കർത്താവിൻ്റെ വചനത്തിന് അടിമ വെക്കണം. അപ്പോൾ അതൊരു, ഞാൻ ഈ പറയുന്ന വചനം ചിലക്കത് വളരെയധികം മനസ്സിലാക്കും.
മനസ്സിലാവും. കാരണം വെച്ചാൽ അതിൻ്റെ പവർ ഭയങ്കരമാണ്. ഇപ്പോൾ ഈ ദൈവവചനം നമ്മൾ ഉണ്ടെങ്കിൽ ദുഷ്ടാരൂപികൾ വരില്ല. പലപ്പോഴും പൈശാചിക ശക്തികൾ നമ്മുടെ കുടുംബത്തെയൊക്കെ ബാധിക്കുന്ന കാരണം നമ്മളവിടെ വിശ്വാസത്തോടെ ദൈവവചനം ഭക്ഷിക്കുന്നില്ല, വിശ്വാസത്തോടെ ദൈവവചനം പ്രസംഗിക്കുന്നില്ല, വിശ്വാസത്തോടെ നമ്മൾ വചനത്തിന് വേണ്ടി നിലകൊള്ളുന്നില്ല. അതുകൊണ്ടാണ് ആ ദുഷ്ടശക്തികൾ നമ്മളെ കയറി ഉപദ്രവിക്കുന്നതിൻ്റെ കാരണം അതാണ്. 1 യോഹന്നാൻ 4:4 നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ലോകത്തിൽ ഉള്ളവനേക്കാളും വലിയവൻ. അപ്പോൾ ഈ ദൈവത്തിൻ്റെ വചനം അത് ഉള്ളിൽ വരുമ്പോൾ അത് ഈശോയുടെ സാന്നിധ്യമാണ് നമ്മൾ വെളിപ്പെടുന്നത് എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയണം. 2 കൊരിന്ത്യസിൻ്റെ 13-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വചനം, നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് നിങ്ങളെ തന്നെ പരിശോധിക്കുവിൻ, നിങ്ങളെ തന്നെ പരീക്ഷിച്ചറിയുവിൻ. യേശുക്രിസ്തു നിങ്ങളിലുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യമായിട്ടില്ല, ഇല്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും പരീക്ഷയിൽ പരാജയപ്പെട്ടു. ഇപ്പോൾ ഈശോ നമ്മിൽ ഉണ്ടെന്നുള്ള തെളിവ് ഉള്ളിൽ ദൈവവചനമുള്ളപ്പോഴാണ്, ഈശോയുടെ തിരുവചനങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ഉള്ളപ്പോഴാണ് ശരിക്കും ഈശോ നമ്മൾ ഉണ്ട് എന്നതിൻ്റെ ഏറ്റവും തെളിവതാണ്. അപ്പോൾ ആ ദൈവവചനം നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ സൂക്ഷിക്കാൻ, അതിൽ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാൻ, ആ ഈശോ സ്നേഹിക്കാൻ നമുക്ക് ഇടയാകട്ടെ. അപ്പോൾ ആ ദൈവവചനത്തോടുള്ള നമ്മുടെ ആത്മബന്ധം, വലിയൊരു ബന്ധം നമ്മൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് വളർത്തിയെടുക്കാൻ തയ്യാറാണ്. അപ്പോൾ ഈ ബൈബിൾ വചനങ്ങൾ നമ്മൾ നിസ്സാരമായിട്ട് കാണരുത്. അതിന് കൊടുക്കേണ്ട ഒരു വലിയൊരു വിലയുണ്ട്. അതെപ്പോഴും നമ്മൾ കൊടുക്കണം. കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ആ വചനത്തിൽ വളർന്നു വരുവാനായിട്ട് പറ്റുള്ളൂ. 2 തിമോത്തി 4-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 10 വരെ വചനങ്ങൾ, ലൗകികവും അർത്ഥശൂന്യവുമായ കെട്ടുകഥകൾ നീ തീർത്തും അവഗണിക്കുക. ദൈവഭക്തിയിൽ പരിശീലനം നേടുക. ശാരീരികമായ പരിശീലനം കൊണ്ട് കുറച്ച് പ്രയോജനമുണ്ട്, എന്നാൽ ആത്മീയത എല്ലാവിധത്തിലും വിലയുള്ളതാണ്. എന്തുകൊണ്ടെന്നാൽ അത് ഈ ജീവിതത്തിനും വരാനിരിക്കുന്ന ജീവിതത്തെയും സംബന്ധിക്കുന്ന വാഗ്ദാനങ്ങൾ ഉൾക്കൊള്ളുന്നു. വചനം വിശ്വാസയോഗ്യവും തികച്ചും സ്വീകാര്യവുമാണ്. പൗലോസ് അപ്പോസ്തലൻ പരിശുദ്ധാത്മാവെന്ന് പറയാം, ദൈവവചനം വിശ്വാസയോഗ്യവും തികച്ചും സ്വീകാര്യമാണ്. ഈ ലക്ഷ്യത്തെ മുൻനിർത്തിയാണ് നാം അധ്വാനിക്കുന്നതും പോരാടുന്നതും. എല്ലാ മനുഷ്യരുടെയും വിശ്വാസികളുടെയും രക്ഷകനായ ജീവിക്കുന്ന ദൈവത്തിലാണ് നാം പ്രത്യാശ അർപ്പിച്ചത്. അപ്പോൾ ദൈവവചനത്തെ അത് ഹൃദയത്തിൽ സൂക്ഷിക്കുക. വീണ്ടും 1 തിമോത്തി 4-ാം അധ്യായത്തിൻ്റെ 11 മുതൽ 16 വരെയുള്ള വചനം, ഈ പറഞ്ഞവയെല്ലാം നീ അധികാരപൂർവ്വം പഠിപ്പിക്കുക. നിന്റെ പ്രായക്കുറവിൻ്റെ പേരിൽ നിന്നെ അവഗണിക്കാൻ ഇടയാക്കരുത്. വാക്കുകളിലും പെരുമാറ്റത്തിലും സ്നേഹത്തിലും വിശ്വാസത്തിലും വിശുദ്ധിയിലും നീ വിശ്വാസികൾക്ക് മാതൃകയായിരിക്കാം. ഞാൻ വരുന്നത് വരെ വിശുദ്ധ ലിഖിതങ്ങൾ വായിക്കുന്നതിലും ഉപദേശങ്ങൾ നൽകുന്നതിലും അധ്യാപനത്തിലും ശ്രദ്ധാലുവായിരിക്കണം. പൗലോസ് പറയാം, തിമോത്തിയോസിന് പറയാം, ഞാൻ വരുന്നവരെ വിശുദ്ധ ലിഖിതങ്ങൾ വായിക്കുന്നതിൽ, അതുപോലെ തന്നെ വിശുദ്ധ ലിഖിതങ്ങൾ വായിക്കുന്നതിനും ഉപദേശങ്ങൾ നൽകുന്നതിനും അധ്യാപനത്തിലും ശ്രദ്ധാലുവായിരിക്കണം. നല്ല ഉപദേശങ്ങൾ നൽകണം, അധ്യാപനം കൊടുക്കണം. അപ്പോൾ അതിൻ്റെ വിശുദ്ധ ലിഖിതങ്ങൾ വായിക്കുന്നതിന് നീ ശ്രദ്ധാലുവായിരിക്കണം. അപ്പോൾ എപ്പോഴും ദൈവത്തിൻ്റെ വചനം വായിക്കുവാൻ, ഹൃദയത്തിൽ സൂക്ഷിക്കുവാൻ നമ്മളെപ്പോഴും തയ്യാറാകണം. അപ്പോൾ ആ ദൈവവചനത്തിൻ്റെ ശക്തി നമ്മൾ തിരിച്ചറിഞ്ഞ് ആ വചനം അനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ദുഷ്ടപൈശാചിക പീഡകളൊന്നും ഒരിക്കലും നമ്മുടെ ജീവിതത്തിലേക്ക് വരില്ല. മർക്കോസ് 12:24 പറയുന്ന പോലെ വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത്. വിശുദ്ധ ലിഖിതം ഓരോ വചനം, ഓരോ കാര്യത്തെ സംബന്ധിച്ച് ദൈവത്തിൻ്റെ വചനം എന്ത് പറയുന്നു അത് ഹൃദയത്തിൽ നമ്മൾ സൂക്ഷിക്കുവാൻ നമ്മൾ തയ്യാറാകണം. ശരിക്കും ദൈവവചന പ്രഘോഷകർ, ഒറിജിനൽ വചന പ്രഘോഷകർ സഭയിൽ ധാരാളമായിട്ടുണ്ടാകണം. അപ്പം അങ്ങനെ ദൈവവചനത്തിൻ്റെ പ്രഘോഷണം വരുമ്പോൾ അത്ഭുതം ഉണ്ടാകുന്ന, ബന്ധനങ്ങൾ അടിക്കും, കണ്ണുനീര് മാറും, ഒത്തിരി അസ്വസ്ഥത മാറും, നമ്മൾ കൃപ കൊണ്ട് നിറയും. ദൈവവചനത്തിന് വില കൊടുക്കണം, സ്ഥാനം കൊടുക്കണം. നീ നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും സർവശക്തിയോടും കൂടെ സ്നേഹിക്കണം എന്ന് പറയുമ്പോൾ ആ ദൈവവചനത്തിന് ദൈവം എന്ത് പറയുന്നു, കർത്താവ് എന്ത് പറയുന്നു. അതാണ് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൻ്റെ 1-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള എന്ത്, കർത്താവ് അരുളി ചെയ്യുന്നു. ആകാശങ്ങളെ ശ്രമിക്കുക, ഭൂതലമേ ശ്രദ്ധിക്കുക, കർത്താവ് എന്ത് പറയും, കർത്താവ് അരുളിച്ചത്. അപ്പോൾ കർത്താവ് അരുളിച്ചു, യെശയ്യാ പ്രവാചകൻ ദൈവം പറയുന്ന വചനം, ആ വചനം ഫലം ചൂടുന്ന വചനമാണ്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൻ്റെ 55-ന്റെ 10-11 വചനം പറയുന്നു, മഴയും മഞ്ഞും ആകാശത്ത് വരുന്നു, അത് തിരികെ പോകാതെ ഭൂമിയെ നനയ്ക്കുന്നു, ആ ഭൂമിക്ക് വിളവ് നൽകുന്നു. അതുപോലെയാണ് എൻ്റെ അധരത്തിൽ നിന്ന് പുറപ്പെടുന്ന വചനവും, അത് ഫലം പുറപ്പെടുവിക്കുക, അത് തിരിച്ചു വരില്ല. ദൈവത്തിൻ്റെ വചനം ഒന്ന് പുറപ്പെടുക, അത് പോയാൽ അത് ഫലം പുറപ്പെടും. അത് എവിടെ പറഞ്ഞാലും, അത് ശൂന്യമായ മരുഭൂമി നിന്നുകൊണ്ട് പോലും ദൈവവചനം പറഞ്ഞാൽ മതി, വിശ്വാസത്തോടെ പറഞ്ഞാൽ മതി, അവിടെ അത്ഭുതമുണ്ടാകും. അവിടെ പ്രശ്നമുള്ള സ്ഥലം ദൈവത്തിൻ്റെ വചനം പറയുക, ദൈവത്തിൻ്റെ വചനം ഹൃദയത്തിൽ സംഗ്രഹിച്ച് പറയുക. അപ്പോൾ ഒരു ഏറ്റവും വലിയ ഭാഗ്യമാണ് ദൈവത്തിൻ്റെ വചനം വിശ്വസിക്കാനും അത് ഹൃദയത്തിൽ സംഗ്രഹിക്കാനും അത് പ്രസംഗിക്കാനും നമുക്ക് സാധിച്ചാൽ മഹാഭാഗ്യമായിട്ട് കാണാം. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. തുടർന്നുള്ള ഈ ആരാധന സമയത്തും വലിയ വിടുതലും അഭിഷേകവും സൗഖ്യവും ദൈവം നമുക്കെല്ലാം തരട്ടെ. യേശു നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ആമേൻ. വേദനകൾ
കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിപ്പാനായി നീ വരണേ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിപ്പാനായി നീ വരണേ. അഭിഷേകം കൊടുക്കട്ടെ. കണ്ണുനീരെന്നു മാറുമോ ഈ സമയത്ത് അങ്ങയുടെ തിരുമുമ്പിൽ ഓരോ കുടുംബത്തിന്റെയും വേദനകളും ദുഃഖങ്ങളും പ്രയാസങ്ങളും തകർച്ചകളും ദുരിതങ്ങളും തടസ്സങ്ങളും നിലവിളികളും അവസ്ഥകളും മറ്റാരോടും പങ്കുവയ്ക്കാനാവാത്ത ജീവിത പ്രശ്നങ്ങളെല്ലാം എല്ലാം കൊടുത്ത് പ്രാർത്ഥിച്ച് ജീവിതം മുഴുവൻ യേശു കൊടുക്കുന്നു. കരങ്ങൾ വിരിച്ചു പിടിക്കാം, കണ്ണുതിരോടെ പ്രാർത്ഥിക്കാം, നിലവിളിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ പ്രശ്നങ്ങളും യേശു ഏറ്റെടുക്കുന്നു. നമ്മുടെ കർത്താവ് സത്യമായും ഈ തിരുവോസിൽ എഴുന്നള്ളിരിക്കുന്നു. അവിടത്തേക്ക് അസാധ്യമായിട്ട് യാതൊന്നുമില്ല. നമ്മുടെ എത്ര വലിയ പ്രശ്നം എടുത്തു മാറ്റാൻ അവിടത്തേക്ക് സാധിക്കും. ഇവിടെ രോഗങ്ങൾ എടുത്തു മാറ്റാൻ അവിടെ സാധിക്കും. പിശാചുകൾ അവിടുന്ന് ബഹിഷ്കരിക്കും. കർത്താവിന്റെ ശക്തി വെളിപ്പെട്ട് രണ്ട് കരമയോ സ്തുതിക്കുന്നു. ആരാധന ആരാധന ഹല്ലേലൂയ ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ ആരാധന ആരാധന ഹല്ലേലൂയ ആരാധന. ഈശോ ഇഹത്തിൽ ഒന്നുമില്ലായേ വിട്ടുകൊടുക്കാം. നേടിയതെല്ലാം മിഥ്യയേ. എല്ലാം വിട്ടുകൊടുത്ത് ഇഹത്തിൽ ഒന്നിനെ മുറുകെ പിടിക്കരുത്. ഈശോ മാത്രമേ നമുക്ക് ഈശോ മാത്രം നേടിയ ഒന്ന് കുറച്ച് രണ്ട് ഈശോ മാത്രം ഈശോയെ. പരദേശിയാണുലകിൽ ഇവിടെ വന്യനല്ലോ. പരദേശിയാണുലകിൽ ഇവിടെ വന്യനല്ലോ. അഭിഷേകം ഒഴുകുന്നു. പരിശുദ്ധമാണ് അഭിഷേകം. വേദനകളെന്നു തീരുമോ. സകല ബന്ധനങ്ങൾ കെട്ടുകളും യേശുനാമത്തിൽ മാറിപ്പോട്ടെ. ഓരോ വ്യക്തിയിലുള്ള നിരാശ, ഭയം,